നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിലെമ്പാടും നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, പത്രമെടുത്ത് നോക്കിയാൽ പോലും നമ്മൾ എപ്പോഴും കാണുന്ന, വർഷങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഭർതൃവീട്ടിൽ പീഡനം മൂലം മരിക്കുന്ന യുവതികളുടെ വാർത്ത. ഇപ്പോഴും അതിന് യാതൊരുവിധ കുറവുമില്ല. ഇവിടെ അതിദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. അതും 8 മാസം പൂർണ്ണ ഗർഭിണിയായ യുവതിയെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. തൻ്റെ വയറിലെ കുഞ്ഞിനെക്കുറിച്ച് പോലും ഓർക്കാതെ, തൻ്റെ ആ സാഹചര്യം പോകാൻ കഴിയുന്നില്ല, തൻ്റെ വയറ്റിലെ കുഞ്ഞിനെക്കുറിച്ച് പോലും ഓർക്കാതെ തൻ്റെ മകൾ തൂങ്ങി മരിക്കുകയില്ല, ഇങ്ങനെ ആത്മഹത്യ ചെയ്യുകയില്ല എന്നാണ് ഈ യുവതിയുടെ അമ്മയടക്കമുള്ളവർ പറയുന്നത്. ആത്മഹത്യയാണോ കൊലപാതകമാണോ നടക്കമുള്ള കാര്യങ്ങളും ചോദ്യചിഹ്നമായി ഉയരുന്നുണ്ട്. മാഞ്ഞൂർ കണ്ടാറ്റുപാടം മുതുകാട്ടുപറമ്പിൽ അഖിൽ മാനുവലിന്റെ ഭാര്യ അമിത സണ്ണി എന്ന 32 വയസ്സുകാരിയാണ് ജീവനൊടുക്കിയത്. അമിതയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ വീട് പോലീസ് മുദ്രവെച്ചിട്ടുണ്ട്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് എടുത്തിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 10:30 കണ്ടാറ്റുപാടത്തെ വീടിന്റെ മുകളിൽ നിലയിലെ കിടപ്പുമുറിയിലെ ഫാനിലാണ് അമിതയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഈ സമയം ഭർത്താവ് അഖിൽ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഈ കടപ്ലാമറ്റത്തെ സ്വന്തം വീട്ടിലുള്ള അമ്മ എൽസമ്മയെ ഫോണിൽ വിളിച്ചിരുന്നു. താൻ ജീവനൊടുക്കുകയാണെന്നും കുട്ടികളെ സംരക്ഷിക്കണമെന്നും പറഞ്ഞതിന് ശേഷമാണ് അമിത ജീവനൊടുക്കിയത് എന്നും പോലീസ് പറയുന്നു. തുടർന്ന് എൽസമ്മ അഖിലിനെ ഫോണിൽ വിളിച്ചു. അഖിൽ വീട്ടിലെത്തിയപ്പോൾ മുറി അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കടന്ന് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. 4.5 വർഷം മുൻപായിരുന്നു വിവാഹം. 2 മക്കളുമുണ്ട്. സൗദിയിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന അമിത 1 വർഷം മുമ്പാണ് നാട്ടിലെത്തിയത്. സംസ്കാരം ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി നടക്കും. പിതാവ് കടപ്ലാമറ്റം നൂറ്റിയാനിക്കൽ സണ്ണി, മക്കളായിട്ടുള്ള അനേയ, അന്ന എന്നിവർ മക്കളാണ്. ഇവരെ 2 പേരെ നോക്കണമെന്ന് മാതാവിനോട് വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന കാര്യം പറഞ്ഞത്. പക്ഷേ എന്താണ് പ്രശ്നം എന്നൊന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ ഇവർ തമ്മിൽ, ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കായിരുന്നു എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപണവുമായി ഉന്നയിക്കുന്നത്. ഏപ്രിൽ പകുതിയോടുകൂടി പ്രസവ തീയതി നിശ്ചയിച്ച് കാത്തിരിക്കുമ്പോഴാണ് അമിതയുടെ ഈ മരണം ഉണ്ടായിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ അഖിലും അമിതയും വഴക്കുണ്ടായിരുന്നുവെന്നും രാത്രി അഖിൽ പുറത്തു പോയതിന് പിന്നാലെയാണ് മകൾ ജീവനൊടുക്കിയത് എന്നും മകളുടെ മരണത്തിൽ സംശയമുണ്ടെന്നും അമിതയുടെ മാതാപിതാക്കളായ സണ്ണിയും എൽസമ്മയും പറഞ്ഞു. വിവാഹ സമയത്ത് 15 പവനും 2 ലക്ഷം രൂപയും നൽകിയിരുന്നു. ഇപ്പോൾ ഒരു തരി സ്വർണം പോലും മകളുടെ പക്കലില്ല എന്നും എൽസമ്മ ആരോപിക്കുകയാണ്. മാത്രമല്ല, ഇതിന് പിന്നിൽ ഭർത്താവിന്റെ പങ്കടക്കമുള്ളവ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, മക്കളോടും കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് എന്നടക്കമുള്ള ആരോപണവും ഉന്നയിക്കുകയാണ്. അതേസമയം സമാനമായ രീതിയിൽ മറ്റൊരിടത്തു നിന്നും ഒരു വാർത്ത കൂടി വരികയാണ്. സംസ്ഥാനത്തെ മറ്റൊരു ജില്ലയിൽ നിന്നും ഇരുമ്പത്ത് ഭർതൃപീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തുവെന്ന പരാതി. ഇരുമ്പം ചിത്രപുഴ മൂന്നാറ്റുകുഴി പറമ്പിൽ സത്യന്റെ മകൾ MS സംഗീത എന്ന 26 വയസ്സുകാരിയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് തിരുവങ്കാകുളം ചങ്കുപറമ്പ വീട്ടിൽ അഭിലാഷ് യുവതിയെ പണം ആവശ്യപ്പെട്ട് നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്നാണ് പരാതി. ജോലിസ്ഥലത്തെത്തി ഭർത്താവ് ബഹളം ഉണ്ടാക്കുകയായിരുന്നുവെന്നും മരിച്ചതിന് തലേ ദിവസം വീട്ടിൽ വെച്ച് മർദ്ദിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട്. LKGയിലും അംഗനവാടിയിലും പഠിക്കുന്ന 2 കുട്ടികളാണ് സംഗീതയ്ക്കുള്ളത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ ഹിൽ പാലസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം മറ്റൊരിടത്ത് സമാനമായ രീതിയിൽ അമ്മയും 2 കുട്ടികളെയും കാണാതായ ഒരു സംഭവം കൂടി വരികയാണ്. നാദാപുരത്ത് നിന്നുമാണ് യുവതിയെയും 2 മക്കളെയും കാണാതായ സംഭവം നടക്കുന്നത്. ഈ കാണാതായ സംഭവത്തിൽ അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ എത്തിയിരിക്കുകയാണ്. യുവതി സഞ്ചരിച്ച സ്കൂട്ടർ വടകര റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തുകയും ട്രെയിൻ ടിക്കറ്റ് എടുത്തതായും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വളയം സ്റ്റേഷനിലെ പോലീസുകാർ ബാംഗ്ലൂരിൽ എത്തിയത്. വളയം ചെറുമോത്ത് സ്വദേശി കുറുങ്ങോട് വീട്ടിൽ ഷഖീറിന്റെ ഭാര്യ ആഷിത എന്ന 29 വയസ്സുകാരി, മക്കളായിട്ടുള്ള മെഹ്റ ഫാത്തിമ എന്ന 10 വയസ്സുകാരി, ലുക്മാൻ എന്ന 5 വയസ്സുകാരൻ എന്നിവരാണ് 28-ാം തീയതി വൈകിട്ട് 6 മണി മുതൽ കാണാതായത്. വീട്ടിൽ നിന്നും ഇറങ്ങിയ ഇവർ പിന്നീട് തിരിച്ചെത്താത്തതിനെ തുടർന്ന് അടുത്ത ദിവസം വീട്ടുകാർ വളയം സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവന്നതിനിടയിലാണ് സ്കൂട്ടർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവർ കറുത്ത നിറത്തിലുള്ള പർദ്ദയാണ് ധരിച്ചിരുന്നത്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ വളയം പോലീസ് സ്റ്റേഷനിലോ 9497947241, 9497980795, 9526682269, 0496246099 എന്നീ നമ്പറുകളിലോ വിവരം അറിയിക്കേണ്ടതാണെന്ന് അധികൃതർ പറയുകയാണ്. ഈ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 94979241, 9497980795, 9526682269,
0496246099 എന്നീ നമ്പറുകളിലാണ് വിവരം അറിയിക്കേണ്ടത്. 10 വയസ്സുകാരിയും 5 വയസ്സുകാരനും ഒപ്പമാണ് 29 വയസ്സുകാരിയായ ഉമ്മയെ കാണാതായത്. ഇവർ സഞ്ചരിച്ച സ്കൂട്ടി അടക്കമുള്ളവ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ഈ 28-ാം തീയതി വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഇവരെ കാണാതായത്. വീട്ടിൽ നിന്നും ഇറങ്ങിയ ഇവർ പിന്നീട് തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് വളയം സ്റ്റേഷനിൽ പരാതി നൽകിയത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിവിധ യുവതികൾ, അതായത് പ്രായം നോക്കുകയാണെങ്കിൽ 32ഉം 28ഉം 26ഉം വയസ്സ് പ്രായമുള്ള ഈ 3 യുവതികൾക്ക് സംഭവിച്ച അതിദാരുണമായ സംഭവത്തെക്കുറിച്ചാണ് വ്യക്തമാകുന്നത്. ഇവിടെ ആദ്യത്തെ മരണവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പൂർണ്ണ ഗർഭിണി 8 മാസം ഗർഭിണിയായ യുവതിയാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മാസം, അതായത് ഏപ്രിൽ പകുതിയോടുകൂടി ഈ കുഞ്ഞിൻ്റെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഈ യുവതിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട തീയതിയൊക്കെ തന്നെ നിശ്ചയിച്ചിരുന്നു. ഇപ്പോൾ 1 മരണമല്ല 2 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ജീവനുള്ള ആ കുഞ്ഞും കൂടി ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ മറ്റ് ചില വിവരങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നോ നടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. അമ്മയോട് കുഞ്ഞുങ്ങളെ നോക്കണമേ എന്നുള്ള അപേക്ഷ വെച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. എന്നാൽ വിളിച്ച സമയത്ത് എന്താണ് സംഭവം എന്നൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല എന്നതുകൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും മറ്റൊരിടത്താണ് ഇരുമ്പത്ത് 26 വയസ്സായ യുവതി മരിച്ചത്. ഭർത്താവിന്റെ മാനസിക പീഡനം സഹിക്കവയ്യാതെയാണ് ഈ യുവതി ആത്മഹത്യ ചെയ്തത് എന്നാണ് മറ്റൊരു പരാതി വരുന്നത്. മറ്റൊരിടത്ത് ഇങ്ങനെ അമ്മയും 2 കുഞ്ഞുങ്ങളും കാണാതായതും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് പോലീസ് അന്വേഷിച്ച് വരുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തികളുടെ വിവരം ആർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്പറിൽ ബന്ധപ്പെടുകയോ വളയം പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയോ ചെയ്യാം.